ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അത് കഴിഞ്ഞ ദിവസം മാത്രമല്ല, മുൻപും അത്തരം വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് എറണാകുളം മുളന്തുരുത്തിയിൽ ഒരു യുവാവ് വ്യായാമം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. ഇതുപോലുള്ള ന്യൂസുകൾ ഈയിടെയായിട്ട് കുറേ കാണുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ടും ഈ വ്യായാമമൊക്കെ ചെയ്യാൻ പോകുന്നവരുടെ ഉള്ളിൽ കുറച്ച് ആശങ്ക വളർത്തുന്ന ഒരു ന്യൂസാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മൾ വ്യായാമം ചെയ്യുക അല്ലാതെ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുറയും. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, BP ഒക്കെ കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം കൂടാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ന്യൂസും കൂടി കണ്ടു നോക്കാം. മെഡിക്കൽ കോളേജ് റോഡിൽ കാറുമായി യുവാവിന്റെ മരണപ്പാച്ചിൽ. ചുങ്കം റോഡിൽ ഒട്ടേറെ വാഹനങ്ങൾ കാറിടിച്ചു. ഈ ഒരു രണ്ട് ന്യൂസും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കുന്നവർ യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് പേര് റോഡ് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്. നമ്മളൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേര് ഡെയിലി മരിക്കുന്നു. എന്ന് വിചാരിച്ച് നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സേഫാണ്. അല്ലാത്ത പക്ഷം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് തന്നെയാണ് വ്യായാമത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉള്ളത്. നമ്മൾ വ്യായാമം ചെയ്യാൻ പോകുന്നവരാണ് എങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു ടോട്ടൽ ബ്ലഡിൻ്റെ ഒരു മോണിറ്ററിങ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ TMT, ട്രെഡ്മിൽ ടെസ്റ്റ്, അതുപോലെ തന്നെ എക്കോ, ECG ഒക്കെ എടുത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്, ഒരു ന്യൂ ഇയറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുമ്പോൾ ഒരു റെസൊല്യൂഷൻ പോലെ ഒരു 30 ദിവസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഹെവി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രോപ്പർ വാമപ്പ് ചെയ്തു നമ്മുടെ ശരീരത്തിന് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കണം. നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾ റെഡി ആയിരിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തിനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ആയുസ് സമ്പാദിക്കാൻ നിങ്ങൾക്ക്